കോഴിക്കോട് പേരാമ്പ്രയിൽ സഹോദരങ്ങളെ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു. പേരാമ്പ്ര സ്വദേശികളായ കൈപ്പാക്കണ്ടി ഹമീദ, സഹോദരൻ സൂപ്പി എന്നിവർക്കാണ് കുത്തേറ്റത്. സൂപ്പിയുടെ മകളുടെ ഭർത്താവ് പുറവൂർ സ്വദേശി അലിയാണ് ആക്രമണം നടത്തിയത്. വാപ്പേറ്റടി വാപ്പാനെ കുത്തും വന്നിട്ട് കത്തി അതുപോലെ വീശപ്പെടുത്തലോ അരേ കത്തി ഉണ്ട്. അയാൾ ആദ്യം വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ അത് കത്തി ഉണ്ട്. അപ്പഴത്തേക്കാട് അടി നടന്നിക്ക്. പിന്നെ താഴെ ഇവരങ്ങോട്ടും അടിച്ച് എല്ലാവരോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആയി. പിന്നെ താഴെ പോയി വണ്ടിയിൽ കയറാന്നൊക്കെ പോലെ പിടിക്കുമ്പോന്ന് മൂത്താപ്പാനോ വയറിനെ കുത്തിയിട്ട് മൂത്താപ്പൊക്കെ നല്ല പരിക്കുണ്ട്. വയറ് കുടലൊക്കെ പുറത്തായിട്ടുള്ളത്. വാപ്പാക്കും കുത്തിട്ടിക്ക് കാലിന്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇംതിയാസ്, ഒരു കുടുംബ പ്രശ്നമാണ് രണ്ടുപേരെ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? മധുസജി, തീർച്ചയായിട്ടും കുടുംബ വഴക്കാണ് ഇങ്ങനെയൊരു അക്രമത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9:30-ക്കാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഇങ്ങനെയൊരു അക്രമ സംഭവം ഉണ്ടാവുന്നത്. കൈപ്പാക്കണ്ടി സ്വദേശിയായിട്ടുള്ള ഹമീദിന്റെ ഹനിയൻ സൂപ്പി എന്നിവർക്കാണ് ഇത്തരത്തിൽ കത്തിക്കൊണ്ട് കുത്തേറ്റത്. ഇവരെ കുത്തിയത് ഈ സൂപ്പിയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള അലി എന്നു പേരുള്ളയാളാണ്. നിരന്തരമായിട്ട് ഇവിടെ ഈ തരത്തിൽ കുടുംബ വഴക്കുണ്ടാവാറുണ്ട്. അലി നിരന്തരമായിട്ട് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാണ് കുടുംബത്തിലുള്ളവർ പറയുന്നത്. ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ അലി ഇവരുടെ വീട്ടിലെത്തുകയും അവിടെ വെച്ച് വഴക്കുണ്ടാക്കുകയും ആ വഴക്കിനിടയിൽ കത്തി ഉപയോഗിച്ച് രണ്ടുപേരുടെയും വയറിന് കുത്തി എന്നാണ് പറയുന്നത്. ആ അക്രമത്തിൽ ഗുരുതരമായ പരിക്ക് ഇരുവർക്കും പറ്റിയിട്ടുണ്ട്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരൊക്കെ പറഞ്ഞത്. ആദ്യം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്നാൽ അലി ഈ അക്രമം നടത്തിയതിനു ശേഷം അവിടെ വെച്ച് മറ്റൊരു വാഹനത്തിൽ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പെരുവണ്ണാമുഴി പോലീസിലാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അലിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അലിയെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അലിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പെരുവണ്ണാമുഴി പോലീസ് ഉള്ളത്.